അസ്സലാമലൈക്കും ചിക്കന്മാരെ, ഞാൻ നിങ്ങളെ സ്വന്തം പോകും. അപ്പോൾ നമ്മൾ മഞ്ഞ് കാണാൻ പോയാലോ? കണ്ടോ, ഇതാ വെളിച്ചടിക്കുമ്പം തന്നെ മഞ്ഞ് നമ്മളെ മേത്തേക്ക് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാ ഓട്ടോറിക്ഷക്കാരെ മിന്നിച്ചേ? ഞാൻ ഒന്നും കാട്ടില്ലല്ലോ. നമ്മൾ വണ്ടി ഒരു സൈഡിലേക്ക് ഒതുക്കിയിട്ട് ഇതാ നമ്മൾ പാടത്ത് ഇങ്ങനെ നോക്കലാണ്. എന്താ രസം മക്കളെ കാണാൻ. ഫുള്ള് മഞ്ഞിങ്ങനെ മൂടി നിൽക്കുകയാണ്. മേഘപാളി പോലെ മഞ്ഞ് ഇങ്ങനെ ഒരു ലെയറിൽ നിൽക്കുക. അടിയിൽ ഇതാ ഭൂമി, മുകളിൽ ഇതാ ആകാശം. വാവ്, നല്ല തണുപ്പുണ്ട് അത്യാവശ്യം. അപ്പം നടക്കാറിങ്ങിയ കുറച്ച് ആൾക്കാരെ കണ്ടു. ഇത് പാലത്തിങ്ങല കൊട്ടന്തല റോഡ് ലാസ്റ്റ്. പിന്നെ നമ്മൾ നേരെ വിട്ട് കിരുന്നല്ലൂർ തൊട്ടടുത്ത സ്ഥലമാണ്. അവിടേക്ക് നേരെ ഒരു പാലം കടന്ന് വേണം നമ്മൾ പോകാൻ. സമാധാനത്തിൽ കുറച്ച് മഞ്ഞും കണ്ട് സ്വസ്ഥമായിരിക്കാൻ നോക്കുമ്പോൾ ഇതാ വരുന്നു പീക്കിരിസ്. ലേവന്മാർ കുറച്ച് പിള്ളേർ ഇവിടെ നിന്ന് വന്ന കലബിലെ ശബ്ദമാണ്. കണ്ടില്ല നിങ്ങൾ? എന്ത് രസം അറിയോ അവിടേക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ. എങ്ങ് നോക്കിയാലും മഞ്ഞ് മൂടി നിൽക്കുക. അപ്പോഴാണ് നമ്മളൊരു തോണി കണ്ണപ്പെട്ടത്. ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചതായിരുന്നു ഒരു തോണിയെ കാണണം, എനിക്കൊരു വീഡിയോ എടുക്കണം, എനിക്ക് ഇവിടുന്ന് വീഡിയോ എടുക്കണം. അങ്ങനെ ഞാൻ തോണിയെ ഫോളോ ചെയ്തു. അപ്പോഴേക്കും തോണിക്കാരൻ തിരിച്ചിരുന്നു. അല്ലോ എനിക്ക് പറ്റില്ലേ. പിന്നെ തിരിയുന്നു, വീണ്ടും തിരിയുന്നു. അല്ലാ, നല്ലൊരു ഓ എന്ത് രസാലേ ഈ ഫ്രെയിം കാണാൻ. ഏതൊക്കെയോ ചിത്രകലാകാരന്മാർ വരച്ചു പോയ ഒരു ചിത്രം മാതിരി. രണ്ട് സൈഡിലും കാടും നടുവിലെ ആ പുഴയും നടുവിലൂടെ തുഴഞ്ഞു പോകുമ്പോൾ മെല്ലനെ, ഈ വീഡിയോ സ്ലോ ആക്കിയിട്ടൊന്നുമില്ല കേട്ടോ, മെല്ലനെ തുഴഞ്ഞു പോകണം. തോടിയും ആ തണുപ്പും ചെറിയ ഇളം കാറ്റും, എന്താ രസം. ഇതാണ് ആ പാലം കിടന്ന് ആരൊക്കെയോ വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് പോകാൻ ഏകദേശം ടൈം ആയിട്ടുണ്ട്. നമ്മളെ സ്വസ്ഥത ഇപ്പം നഷ്ടപ്പെടും. പിന്നെ ഒന്നും നോക്കില്ല, അവിടെ ഉള്ളൊരു ഹോട്ടലാണ്. അവിടെ നിന്ന് പൊറാട്ടയും ബീഫും കാക്കോ. നമ്മളൊരു ഇമോഷനാണിത്. പ്ലേറ്റിക്ക് തട്ടി ഞാൻ ഒരു പീസ് അവൻ്റെ മേത്ത് നിന്ന് ഞാൻ കീറിയെടുത്തു. ആരുടെ? പൊറാട്ടയുടെ. ഒരു പിടിക്ക് വിരൽ പൊക്കിയിട്ടവനെ കിട്ടുന്നില്ല. കറിയിൽ മുക്കി ഒരു പിടിക്ക് പൊടിച്ചവനെ. കണ്ടില്ലേ നിങ്ങൾ? മലയാളിയുടെ ഒരു ഇമോഷനാണ്. രണ്ട് തിരി അങ്ങോട്ടും രണ്ട് തിരി ഇങ്ങോട്ടും. വീണ്ടും ഞാൻ ഒരു പീസ് എടുത്തു പൊറോട്ട. നേരെ പാത്രത്തിലേക്കാണ് മുക്കി പിടിച്ചവനെ ഉയർത്തി. ബാഹുബലി. വിഷയം മാറിപ്പോയതാ. ബീഫ് ബലി ഇതാ വരുന്നു. ഇതാ നല്ല ടേസ്റ്റ് ആട്ടോ. അവിടെ നിന്നൊരു ചായ ആയിട്ട്. അപ്പം ബീഫിന് വില കൂടിയാണ്, നോക്കിയാണ് വാങ്ങിക്കളി. പിന്നെന്ത് പരിപാടി? ഒരു പരിപാടി ഇല്ല എന്നാണ്. ഇപ്പം ചെങ്ങായിൻ്റെ കടയിൽ പോയി ഇത് മിററിൽ ഒട്ടിച്ച കറുപ്പ് കഷ്ണമല്ല മക്കളെ, ഞാനൊരു സംഗതി ട്രൈ ചെയ്തതാ. ഇതാണ് നമ്മളെ മുതലാളി ചെങ്ങാതി. വളരെ ക്രൂരനല്ലെങ്കിലും പാവമാണ് കേട്ടോ. ചെക്കൻ അടിപൊളിയായി. ഇതെന്താ ഇങ്ങനെ? ഇവൻ കയറി കണ്ണിലെത്തിയോ? എൻ്റെ മൂക്ക് ചെറുതായതാണോ അതോ കണ്ണ് വലുതായതാണോ എന്താന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. സമയം ഉച്ചയോടടുത്തുമല്ല, ഉച്ചയായി. നമ്മളെ നേരെ ഹോട്ടലിലേക്ക്. ബിരിയാണി 2 പീസ് ചിക്കനല്ല കിടക്കുന്നേ. ഒരു പിടിക്ക് അവനെ ഒന്ന് മുറിച്ചു. ചോറിൽ അങ്ങനെയിട്ട് അവനെ ഞാൻ അങ്ങ് കുഴച്ചിട്ടൊരു പിടി, എന്നേക്കൊരു പിടി. പടച്ചമ്പുരാലെ ബിസ്മില്ലാ. അന്തസൻ. അപ്പോഴാണ് ഞാനൊരു കാര്യം പറഞ്ഞത്, കച്ചമ്പറ കഴിച്ചില്ലേ? അപ്പം അതൊരു പിടിക്ക് ഇച്ചിരി പിടി. ഇതൊക്കെ ഉണ്ടോ ബിരിയാണി? സംഗതി ഉണ്ട് കേട്ടോ, എനിക്ക് ഇഷ്ടമായി കേട്ടോ. സാധാരണക്കാരൻ്റെ സാധാരണ ബിരിയാണി. ഇത് നമ്മളെ മൊയിലാളി ചിക്കൻ, ഇത് അപ്പുറത്തെ കടയിലെ മൊയിലാളി ചിക്കൻ. അപ്പം എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. 2026 ജനുവരി 1 ഇതാ എൻ്റെ